ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ്. നമ്മൾ ബാക്ക് ഡാർട്സ് ഇല്ലാത്ത ഒരു ബ്ലൗസിന്റെ കട്ടിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ് ചെയ്യുന്നത്. 3 ടക്കുള്ള ബ്ലൗസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്യുന്ന ലൈനിങ് പീസാണ്. ഈ ലൈനിങ് പീസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ 1 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് പീസിനെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി കണ്ടോ, നമ്മുടെ 2 വശത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ച് നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുത്ത് നമ്മൾ താവിൽ കണ്ടോ, ഇവിടെ നമ്മളൊരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. താവിലുള്ള തുണിയുടെ ക്രോസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ലെങ്ത് 13.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ 14.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബ്ലൗസിന്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഷോൾഡർ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/6 ഭാഗമാണ്. നമുക്ക് 32 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 5.25 ഇഞ്ച് ഷോൾഡർ കൊടുക്കുന്നു. അതുപോലെ ഇവിടെയും 5.25 ഇഞ്ച് ഇവിടെയും ഷോൾഡർ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തത് 5.25 ഇഞ്ച് കണ്ടോ. 5.25 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. ആളുടെ ബോഡിയിൽ നിന്നെടുത്തുള്ള മെഷർമെന്റ് ആണ്. 32 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. ഇതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 36 ഇഞ്ച് കിട്ടും. 36ന്റെ 4 ഭാഗം 9 ഇഞ്ച് പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ ഇടുപ്പളവ് വരുന്ന ഭാഗത്ത് നമ്മൾ സാധാരണ ബാക്ക് ഡാർട്സ് തയ്ക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ബ്ലൗസിന് ബാക്ക് ഡാർട്സ് തയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുപ്പളവിന്റെ 4 ഭാഗമാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 26.5 ഇഞ്ചാണ് ഇടുപ്പളവ്. അപ്പോൾ അതിന്റെ 4 ഭാഗം 6.5 ഒരു പോയിന്റ് മാത്രം ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. കണ്ടോ, നമ്മുടെ ബാക്ക് ഡാർട്സിനുള്ള അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. കണ്ടോ, ഇതുപോലെ വരയുക. നമ്മുടെ ഈ ഒരു ബാക്ക് ഡാർട്സ് ഇല്ലാതെ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോഴും ചെറിയൊരു മാറ്റമുണ്ട്, അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമ്മുടെ ആം ഹോളിന്റെ ഇറക്കം എത്രയാണോ കൊടുത്തത് അതിന്റെ നേർപകുതി നമ്മൾ 5.25 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ അതിന്റെ നേർപകുതി 2.5 ഒരു പോയിന്റുമാണ് വരിക. ആ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ആം ഹോൾ ഒന്ന് റൗണ്ട് ചെയ്ത് ഇതുപോലെ കൊണ്ടുവരിക. കണ്ടോ, ഇതുപോലെ കൊണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആം ഹോൾ റൗണ്ടില്ലേ, അത് നമുക്ക് എത്രയാണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നത് ആ അളവ് നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണം. നമ്മൾ 7 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ റൗണ്ട്. നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആം ഹോൾ ഭാഗത്ത് ലൂസ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. എന്നാൽ ഈ ഒരു 7 ഇഞ്ച് ഈ ഒരു ആം ഹോൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം മുകളിൽ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി വിടുക. നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള തുന്നത്തുണിയാണത്. ആ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ടേപ്പിനെ കറക്റ്റ് നമ്മൾ വരഞ്ഞിട്ടുള്ള ആം ഹോൾ റൗണ്ടിൽ കൂടി കറക്റ്റ് പിടിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, നമുക്കിവിടെ കണ്ടോ 7 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നത് കണ്ടോ. ഇതുപോലെ കിട്ടണം, എന്നാൽ മാത്രമേ നമ്മുടെ ആം ഹോൾ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി ഈ 7 ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയതെന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇനി നമ്മളിവിടെ നെക്ക് കണ്ടോ, നെക്കിന്റെ വൈഡ് കൊടുക്കുന്നത് 2.25 ഇഞ്ചാണ്. ഇവിടെയും 2.25 ഇഞ്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. കണ്ടോ, ഇനി നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കം അതുപോലെ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് കൊടുത്ത ആ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കം നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തുന്നത്തുണിക്കാണ്. ഇനി നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കം 7.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്നൊരു 4 ഇഞ്ച് കുറച്ച് 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അളവ് കറക്റ്റ് ആയിരിക്കും. അതിനു വേണ്ടിയാണ് 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത്. നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കണ്ടോ, ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്കും കേട്ടോ, ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ ഇതുപോലെ തിരിച്ച് ഇതുപോലെ വെക്കുന്നു. കണ്ടോ, നമ്മുടെ കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച്
നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കും കേട്ടോ. പരമാവധി മുകളിലേക്ക് എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രത്തോളം. നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. വെക്കാൻ പറ്റുമോ അതുപോലെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കുക കണ്ടോ. ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കേട്ടോ, നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് കേട്ടോ, ഇത് നമ്മുടെ ഇവിടെ നമ്മളൊരു 4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്കെയിലിനെ നമ്മൾ ഇതുപോലെ വെക്കും കേട്ടോ. ഇതുപോലെ നേരെ കുത്തനെ വെക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ കഴുത്തിൻ്റെ വൈഡ് നമ്മൾ കൊടുത്തത് എത്രയാണ്? 2.25 ഇഞ്ച്. 4 ഇഞ്ച് ഇപ്പോൾ എക്സ്ട്രാ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 2.25 4 2.5 ഇഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ആ 2.5 ഇഞ്ച് ഇവിടെ വെച്ച് കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ലൈൻ കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഫ്രണ്ട് ഭാഗം കണ്ടോ, നമ്മളിവിടെ ഫ്രണ്ട് പീസിന് വേണ്ടി 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു മാർക്കിൽ കൂടി ഒരു ലൈൻ കൊടുക്കുക. ഇതുപോലെ ലൈൻ കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്താണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണയായി നമ്മൾ ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് കുറച്ചിട്ട് ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ കൊടുക്കാറ്. എന്നാൽ നമ്മൾ ഇവിടെ നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് വശത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നു 2.25 ഇഞ്ച്. നമ്മൾ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി 2.25 ഇഞ്ച് കണ്ടോ. ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് കണ്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അതൊന്ന് കറക്റ്റ് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഇതുപോലെ ലൈൻ കൊടുക്കുക കണ്ടോ. ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ 4 ഇഞ്ച് ഇവിടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 4 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ്. അപ്പോൾ മുകളിൽ ആ ഒരു 1/2 ഇഞ്ച് ഇറക്കിയിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ. നമുക്കിത് സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ്, ക്രോസ് കട്ടിംഗ് അല്ല, സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസ് നമ്മൾ 3 ടെക്കാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ മാർക്ക് ചെയ്ത് ഇവിടെ നല്ലോണം റൗണ്ട് ചെയ്തെടുക്കുക. നമ്മൾ ക്രോസ് കട്ടിംഗ് ചെയ്യുന്നത് പോലെ തന്നെ സ്ട്രെയിറ്റ് കട്ടിംഗ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് 4 ടെക്കിന് പകരം 3 ടെക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ബ്ലൗസിന്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു 1/4 ഇഞ്ച് തുന്നത്തുണിയുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ് ആ ഒരു 1/4 ഇഞ്ച് കൊടുത്തത്, നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കുവാൻ വേണ്ടി. ഇനി നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം നമ്മുടെ ബാക്ക് പീസിന് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ വരെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്ക് വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ ഇവിടെ ആം ഹോളിൻ്റെ ഭാഗത്ത് ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്ത് നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ നമ്മൾ എടുത്ത് മാറ്റുകയാണ് കണ്ടോ. ഇതുപോലെ എടുത്ത് മാറ്റുന്നു. ഇനി നമ്മൾ മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിൽ ആദ്യം ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 9.25 ഇഞ്ചാണ്. അപ്പോൾ 9.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ 2 ടെക്കുകളും തമ്മിലുള്ള അകലം, 2 ഭാഗത്തെ ടെക്കുകൾ മെയിൻ ടെക്കുകളും തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി നമുക്ക് 3.25 കൂടെ 1/4 ഇഞ്ച് കൂട്ടി 3.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ 3.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു കേട്ടോ. ഈ ഒരു പോയിന്റാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ പോയിന്റായി വരുന്നത്. ഇതാണ്. നമ്മളിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. സൈഡിൽ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുക. നമ്മളെ ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാൻഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ. നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു കണ്ടോ. നമ്മൾ എക്സ്ട്രാ കൊടുത്തുള്ള ആ ഒരു 1/4 ഇഞ്ച് നമ്മുടെ തുന്നത്തുണിയാണ് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ളത്. അവിടെ നിന്ന് നമ്മൾ ഇടുപ്പളവിൻ്റെ 4 ഭാഗം 6.5 ഒരു പോയിന്റും 26 ഇഞ്ചാണ് ഇടുപ്പളവ് പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്ത് ഇതുപോലെ മുകളിലേക്ക് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അല്പം ക്രോസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മളെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഈ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഷേപ്പിന് വേണ്ടി കറക്റ്റ്
കറക്റ്റ് നല്ല വൃത്തിയോടുകൂടി കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു പീസ് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ടെക്കുകളൊക്കെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 2.25 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്കും 1 ഇഞ്ചും 1 പോയിൻറ്റും വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ 2.25ൻ്റെ നേർ പകുതി കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് വശത്ത് നിന്ന് 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. കണ്ടോ 3/4 ഇഞ്ച്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 3/4 ഇഞ്ച് തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. കാരണം നമുക്ക് സൈഡ് വശത്ത് നിന്നുള്ള ടക്ക് നമ്മൾ കൊടുക്കുന്നില്ല. നമ്മുടെ ക്രോസ് കട്ടിംഗ് ബ്ലൗസ് പോലെ തന്നെ 3 ടക്കാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടക്ക് സെൻട്രൽ ഡാർട്സ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സെൻട്രൽ ഡാർട്സ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഡാർട്സിൻ്റെ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മളൊരു 2.5 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു 1/4 ഇഞ്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മളത് ഫ്രണ്ട് കഴുത്ത് നല്ല ടൈറ്റോടുകൂടി നിൽക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുന്നു. ഇനി നമ്മൾ മുകളിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു പീസ് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴി ഇതുപോലെ കണ്ടോ ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത് കണ്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ ടക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കാണ്. ഇതുപോലെ വരുന്നു കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ 3 ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്ലീവിന് വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് കണ്ടോ ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിതിനെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു കണ്ടോ. ഇതുപോലെ മടക്കിയെടുത്ത് നമ്മളിവിടെ താവിൽ ഇവിടെ ഒന്ന് നേരെ ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ. ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. തുണിയുടെ ക്രോസ് മാറ്റിയെടുക്കുകയാണ്. ഇനി നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ലൈനിങ് ബ്ലൗസാണ് 1/2 ഇഞ്ച് കൈയുടെ താവ് വശം തയ്ക്കുവാനുള്ള തുണിക്ക് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 10.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു കേട്ടോ. 1 ഇഞ്ച് 1/2 ഇഞ്ച് കൂട്ടി ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുണിക്ക് വേണ്ടിയാണ്. അപ്പോൾ 10.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ നമ്മൾ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10-1 ഭാഗം നമ്മളിവിടെ 3.25 ഇഞ്ച് കണ്ടോ ഇതുപോലെ ഇവിടെയും മാർക്ക് ചെയ്യുന്നു 3.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ ആം ഹോളിൻ്റെ റൗണ്ട് അളവ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4-1 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 32 ഇഞ്ചാണ്. അതിൻ്റെ 4-1 ഭാഗം 8 ഇഞ്ചാണ് വരിക. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ 7 ഇഞ്ചാണ് വരിക. ആ ഒരു 7 ഇഞ്ചാണ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ച് കറക്റ്റ് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ പ്ലസ് 1.25 ഇഞ്ച് തുന്നിയും മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ കൈയുടെ തോൾ വശത്തുള്ള ലൂസ് കിട്ടിയതെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മുടെ കൈയുടെ താവ് വശത്ത് വരുന്ന ലൂസ് നമുക്ക് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർ പകുതി 5 ഇഞ്ച് പ്ലസ് 1.25 ഇഞ്ച് തുന്നിയും മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരയണം. നേരെ വരയാൻ പാടില്ല. നേരെ വരയുമ്പോൾ നമുക്ക് ഒരു മസിൽ ഭാഗത്ത് അല്പം ലൂസ് വരും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക. ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരഞ്ഞ് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇത് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ ഇതുപോലെ വരയും കണ്ടോ ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് കണ്ടോ ഈ ഒരു അളവ് നമ്മൾ ചെസ്റ്റിൽ നിന്ന് കണ്ടെത്തിയതാണ്. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4-1 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിത് കണ്ടെത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ കണ്ടെത്തിയത് നമ്മുടെ ബ്ലൗസിൻ്റെ ഷോൾഡർ കണ്ടെത്തിയത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 6-1 ഭാഗമാണ്. അതേ അളവ് ആം ഹോൾ കൊടുത്തിട്ടാണ് നമുക്ക് 7 ഇഞ്ച് കിട്ടിയത്. എന്നാൽ ഈ ഒരു അളവ് നമുക്ക് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് ഷോൾഡർ ഭാഗത്തുള്ള തുണി വിടുന്നു. ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് കണ്ടോ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് മുകളിലേക്ക് ആ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു കൈയുടെ മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോളിനെ ഇതുപോലെ പിടിച്ചുകൊണ്ടിരിക കണ്ടോ. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങും നമ്മുടെ തോളിൻ്റെ കൈയുടെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കണ്ടോ. ഈ ഒരു അളവിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെറിയൊരു തെറ്റ് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ആം ഹോളും സ്ലീവും കറക്റ്റായിട്ട് ഒരിക്കലും കിട്ടില്ല.
1/4 ഇഞ്ച് പോലും വ്യത്യാസം വരാതെ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റായി കിട്ടുകയുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിൽ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു. കണ്ടോ, ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ചെയ്യുന്നത്. കണ്ടോ, ഫ്രണ്ട് ഭാഗം ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു. ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ ഇവിടെ ഇതുപോലെ വെച്ച് നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. പുതിയൊരു വീഡിയോ